പോലീസിൻ്റെ ഭാഷ്യമനുസരിച്ച് ഈ കുട്ടി ഒരു അതിജീവിത എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു റേപ്പ് വിക്ടിം ആകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ 23-ാമത്തെ വയസ്സിൽ അൺമാരീഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി മറ്റൊരു സംസ്ഥാനത്ത് പഠിക്കാനായിട്ട് പോയിട്ട് എന്തോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഹീനപ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ അബ്യൂസിനിരയായി ഒരു ഗർഭിണിയായ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ട്രോമ പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നു. ശരിയാണ്, ആ കുട്ടി ഇന്നൊരു കൊലപാതകയാണ്, സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു കൊന്നു കളഞ്ഞ ഒരു അമ്മയാണ്, എല്ലാവരും ആ തലത്തിലായിരിക്കും കാണുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷെ എന്തുകൊണ്ട് ഒരു അമ്മ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു എന്ന് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫിലിസൈഡ് എന്ന് പറയുന്നത് സ്വന്തം അമ്മമാർ കുട്ടികളെ കൊന്നു കളയുന്ന ഒരു അവസ്ഥയ്ക്കാണ് അങ്ങനെ പറയുന്നത്. സാധാരണഗതിയിൽ 5 വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഫിലിസൈഡ് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അൺവാണ്ടഡ് പ്രഗ്നൻസി, അതായത് ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന ഒരു ഗർഭധാരണം, അതിലുണ്ടാകുന്ന ഒരു കുട്ടി. അതിപ്പോൾ റേപ്പ് വിക്ടിം ആകാം, അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപേ ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാതെ ഉണ്ടാകുന്ന, വേണ്ടാതെ കടന്നു വരുന്ന ഒരു അതിഥി, അല്ലെങ്കിൽ വേണ്ടാതെ കടന്നു വരുന്ന ഒരു അംഗം, ജീവിതത്തിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗമായി തീരുന്ന അവസ്ഥയിൽ പലപ്പോഴും അമ്മമാരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. രണ്ടാമതെന്ന് പറയുന്നത് പ്രസവാനന്തരം വിഷാദം വന്നു കഴിയുമ്പോൾ ആത്മഹത്യാ പ്രവണതയുള്ള അമ്മമാർ കൊച്ചിനെ ജീവനോടെ നിലനിർത്തിയിട്ട് താൻ സ്വന്തം ജീവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടി മറ്റൊരാൾക്ക് ബാധ്യതയാകും എന്നുള്ള തോന്നലിൽ കുട്ടിയെ കൊന്നുകളഞ്ഞ് സ്വയം ജീവൻ എടുക്കുന്ന അമ്മമാർ. മൂന്നാമതെന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളുള്ള അമ്മമാർ തീർച്ചയായിട്ടും ഈ തരത്തിൽ കുഞ്ഞിനെ കൊന്നുകളയാനായിട്ട് ശ്രമിക്കാറുണ്ട്. നാലാമതെന്ന് പറയുന്നത് ഡിവോഴ്സ് നടക്കുമ്പോൾ കുട്ടിയുടെ കസ്റ്റോഡിയൻ ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് ലഭിക്കുമ്പോൾ വാശി മൂത്ത്, വൈരാഗ്യം മൂത്ത്, എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയിൽ കുട്ടിയെ കൊന്നുകളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അഞ്ചാമതെന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടി ഉണ്ടായി, ഒരുപക്ഷെ മാരേജ് കഴിഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ഒരു ബന്ധം നിലനിൽക്കെ തന്നെ ആകാം, ആ ബന്ധം ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധം തുടർന്നു പോകുമ്പോൾ കുട്ടി തനിക്കൊരു തടസ്സമാകുന്നു, തൻ്റെ പോക്കിന് ഒരു തടസ്സമാകുന്നു, തൻ്റെ ജീവിത രീതികൾക്ക് തടസ്സമാകുന്നു എന്ന് തോന്നി കുട്ടി വേണ്ടാതാകുന്നു. അത് ചിലപ്പോൾ 2-3 വയസ്സല്ല 5-6 വയസ്സുള്ള കുട്ടികളെ കൊന്നുകളയുന്ന അവസ്ഥ. ഇങ്ങനെ വ്യത്യസ്ത 5 തലത്തിലാണ് സാധാരണഗതിയിൽ ഈ ഫിലിസൈഡ് അഥവാ അമ്മമാർ സ്വന്തം കുട്ടികളെ കൊന്നുകളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാരണം തന്നെ, അതായത് ഒരു റേപ്പ് വിക്ടിം ആകുമ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ടാത്ത ഒരു പ്രഗ്നൻസിയാണ്, വേണ്ടാത്ത ഒരു കുട്ടിയാണ്. അത് തന്നെയല്ല, ഇവിടെ നമ്മൾ ഏറ്റവും അധികം കൗതുകപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിവരം ആരും അറിഞ്ഞിട്ടില്ല. ആ കുട്ടി ഒരു നിയമപാലകരുടെ സഹായം തേടിയിട്ടില്ല, പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, മാതാപിതാക്കളുടെ സഹായം തേടിയിട്ടില്ല, സൗഹൃദ വലയങ്ങളിലൊന്നും അറിയപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെ ഇത് അവിടെ സ്വാഭാവികമായും നമുക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാകും. പോലീസ് പറയുന്നത് മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല എന്നു തന്നെയാണ്.